കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യും. ബിക്കോസ് ദാറ്റ് പർട്ടിക്കുലർ സെഷൻ ഈസ് എക്സ്ക്ലൂസീവ്ലി മെൻ ഫോർ വേർഡ്സ്. നമ്മുടെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിൽ നമ്മൾ വേർഡ്സിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫ്രേസസ് അല്ലെങ്കിൽ ഫ്രേസൽ വേർഡ്സ് അതും അല്ലെങ്കിൽ വൺ വേർഡ്സിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ്. അപ്പോൾ കൂടുതൽ നമ്മൾ വേർഡ്സിൻ്റെ കാര്യങ്ങൾ നമ്മുടെ വേർഡ് ഓഫ് ദി ഡേ എന്നുള്ള സെഷനിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്കൊരു ദിവസം സബ്ജക്റ്റ് എന്നുള്ളൊരു വേർഡ് എടുക്കാം. ഇനി അതല്ല, നമ്മൾ ചില സമയത്ത് ചില വേർഡ്സ് ഡിസ്കസ് ചെയ്യണ സമയത്ത് അതിൻ്റെ സിനണിംസ് ആയിട്ടോ ആൻറ്റണിംസ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്സിലോ ചിലപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റ് എന്നുള്ള വേർഡ് വരുമായിരിക്കും. അപ്പോഴാണെങ്കിലും നമുക്ക് നമ്മൾ ബാക്കി വെച്ച നമ്മൾ ഡിസ്കസ് ചെയ്യാതെ മാറ്റി വെച്ച കാര്യമാണ് സബ്ജക്റ്റിന് വേർബായിട്ട് യൂസ് ചെയ്യുന്ന മീനിങ്. അത് നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. യെസ്, എനിവേസ് നമുക്ക് ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റിൻ്റെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത നോളജ് ബൈറ്റിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിളായ ഒരു ഫ്രേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മീനിങ്ങും അതേപോലെ അതിൻ്റെ സിനണിംസും 1-2 എക്സാമ്പിൾ സെൻറ്റൻസസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ആ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, യെസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷൻ. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ വിൽ ഡിസ്കസ് ഇറ്റ് ഓവർ ദർ, അല്ലെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അതർവൈസ് വിൽ ഡിസ്കസ് ഇൻ എനി ഓഫ് അവർ അപ്കമിങ് സെഷൻസ്. നമ്മുടെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും സെഷൻസിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്, അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലെ സെഷൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ട്രൈ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സ്റ്റാൻഡേർഡിലാണോ അല്ലെങ്കിൽ എന്ത് ഡെപ്തിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ശ്രമിക്കണേ. കുറേയൊക്കെ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം.